സംഗീതത്തിലും നൃത്തത്തിലും വലിയ അവഗാഹം ഉണ്ടായിരുന്നു ആ 19-കാരന്. വലിയൊരു മോഹമാണ് സിനിമാ സംഗീതത്തിലേക്ക് എത്തുവാൻ, അതുപോലെ തന്നെ വെസ്റ്റേൺ ഹാർമണി പഠിക്കുവാൻ. അതിനെന്താണ് മാർഗം എന്ന ചിന്തയുണ്ട്. അങ്ങനെ തന്റെ അച്ഛൻ വലിയ സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിന്റെ ശിക്ഷയുടെ ഒരു ശുപാർശ കത്തുമായിട്ട് മദ്രാസിലേക്ക് വണ്ടി കയറി. 19 വയസ്സേ ഉള്ളൂ. മദ്രാസിലെത്തി അന്നത്തെ മഹാനടൻ സത്യൻ സാറിനെയാണ് കാണേണ്ടത്. സത്യൻ സാറിന്റെ അടുത്ത് പേടിയോടുകൂടി ഈ കത്ത് കൊണ്ടുപോയി കൊടുത്തു. അദ്ദേഹം ആ കത്ത് വായിച്ചു. എന്നിട്ട് ഗൗരവത്തിൽ പറഞ്ഞു, നാളെ വരും. ആ 19-കാരൻ മടങ്ങിപ്പോന്നു. പിറ്റേ ദിവസം സത്യൻ സാറിന്റെ അടുത്തേക്ക് ചെന്നു. ഉള്ളിൽ നല്ല ഭയമുണ്ട്. അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും അറിയില്ല. സത്യൻ സാറിന്റെ ഫിയറ്റ് കാറിലേക്ക് സത്യൻ സാർ വാതിൽ തുറന്നു കൊടുത്തു. കയറൂ എന്ന് പറഞ്ഞു. യാത്രയിലുടനീളം ഒന്നും മിണ്ടിയില്ല, ഒന്നും ചോദിക്കാനുമുള്ള ധൈര്യമില്ല. അവസാനം അന്നത്തെ ഒരു സിനിമ അമ്പലപ്രാവ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് വേളയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ മഹാസംഗീതജ്ഞനായ ബാബുക്കയാണ് ആ സിനിമയ്ക്ക് വേണ്ടി ഈണം പകരുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇതാ ഈ പയ്യനെ അങ്ങയുടെ കൂടെ കൂട്ടണം, വലിയ സംഗീത താല്പര്യമുള്ള കുട്ടിയാണ്. അത് പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ ആ 19-കാരന് ശ്വാസം വീണത്. ഇത്രയും വലിയ മഹാനടൻ ഇത്രയും സ്നേഹത്തോടുകൂടി തന്നെ, അത് സംഗീത മാന്ത്രികനായ ബാബുക്കയുടെ മുന്നിൽ പരിചയപ്പെടുത്തിയപ്പോൾ ഇതിൽ പരമൊരു ആനന്ദം എന്ത് വേണം. അങ്ങനെ ബാബുക്കയുടെ കൂടെ ആ സംഗീതത്തിന്റെ കൂട്ടുകെട്ടിൽ ചേർന്നു. ആ ബാബുക്ക മനോഹരമായ ഒരു ഗാനമാണ് ഈണം ഇടുന്നത്. ഹാർമോണിയത്തിൽ വായിക്കുന്നു, താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ആഹാ, കേരളം കണ്ട ഏറ്റവും മധുരോധരമായ മെലഡികളിൽ ഒന്ന്. ഇത് കേട്ട് നമ്മുടെ 19-കാരൻ ഇരിക്കുന്നു. അപ്പോൾ ബാബുക്ക ചോദിച്ചു, നിനക്ക് തബല വായിക്കാൻ അറിയുമോ? പെട്ടെന്ന് പറഞ്ഞു, എനിക്കറിയാം. എങ്കിൽ തബല വായിക്കൂ. അങ്ങനെ ആ 19-കാരൻ തബലവാദനത്തിൽ കൂടി ബാബുക്കയുടെ ആ ഗാനത്തിന് പിന്നണിയേകി. പ്രിയപ്പെട്ടവരെ, അതായിരുന്നു ആ 19-കാരന്റെ സിനിമാ സംഗീതത്തിലേക്ക് ഉള്ള തുടക്കം. ആരായിരുന്നു ആ യുവാവ്? എല്ലാവർക്കും NSK രാഗപരിചയത്തിലേക്ക് സുസ്വാഗതം. ഞാൻ നിലമ്പൂർ സുനിൽ. 1949 വേഴമ്പ്ര കുഞ്ഞു കുഞ്ഞു ഭാഗവതരുടെയും അന്ന് തന്നെ ഗാനഭൂഷണം പാസ്സായ സംഗീതജ്ഞ ദേവമ്മാളിന്റെയും മകനായിട്ടാണ് ആ കുഞ്ഞ് ജനിച്ചത്. ചെറുപ്പത്തിലെ സംഗീതത്തിൽ നല്ല ജ്ഞാനമുണ്ടായിരുന്നു. സംഗീതത്തിന്റെ ഒപ്പം നൃത്തവും പഠിച്ചു. അച്ഛനും അമ്മയും ഒക്കെ തന്നെ ആയിരുന്നു ഗുരുക്കന്മാർ. അച്ഛൻ വളരെ കർക്കശക്കാരനായിരുന്നു. അതുകൊണ്ട് വളരെ കൃത്യനിഷ്ഠയുള്ള ഒരു യുവാവാണ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞായിട്ടാണ് അയാൾ വളർന്നത്. തന്റെ 19 വയസ്സായപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സിനിമാ മോഹവുമായി മദ്രാസിലെത്തിയത്. ഏതായാലും മദ്രാസിൽ വെച്ച് ലതാജിയുടെ വളരെ വലിയ പ്രശസ്തനായ പിയാനോ വായിക്കുന്ന ആംഗ്ലോ ഇന്ത്യനായ ജോസഫ് കൃഷ്ണയുമായി പരിചയപ്പെടുകയും അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ 6 വർഷം വെസ്റ്റേൺ ഹാർമണി പഠിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ബാബുക്കയുടെ കൂടെ തബല വായിച്ചു എന്ന് പറഞ്ഞുവല്ലോ. രാഘവൻ മാഷ് അന്നത്തെ പ്രശസ്തനായ സംഗീതജ്ഞനാണ്, നമ്മളുടെ പ്രിയപ്പെട്ട രാഘവൻ മാഷ്. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഗാനം, നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് എന്ന ഗാനം, അതിന്റെ റെക്കോർഡിംഗ് സമയമാണ്. അപ്പോൾ ഇൻസ്ട്രുമെന്റ്സുകാരെല്ലാം ഉണ്ട്. പെട്ടെന്ന് രാഘവൻ മാഷ് ഒരു മോഹം, ഇതിലെ കുറച്ച് വിറ്റ് ബുൾബുൾ വായിച്ചാലോ എന്ന്. അദ്ദേഹം ആത്മകഥം എന്നോണം പറഞ്ഞു, ഒരു ബുൾബുൾ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. പെട്ടെന്ന് ഇത് കേട്ടുകൊണ്ടിരുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ഈ യുവാവ് പറഞ്ഞു, ബുൾബുൾ ഞാൻ വായിക്കാം സാർ. അങ്ങനെ ബുൾബുൾ അവിടെ ഇല്ല, ഓടി മദ്രാസിൽ പുറത്തു പോയി ഇൻസ്ട്രുമെന്റ്സ് വാടകയ്ക്ക് കിട്ടുന്ന സ്ഥലത്ത് ചെന്ന് അവിടുന്ന് ഒരു ബുൾബുൾ വാങ്ങിക്കൊണ്ടുവന്ന് ആ യുവാവ് ബുൾബുൾ വായിച്ചു. അങ്ങനെ രാഘവൻ മാഷിന്റെ പ്രീതിക്ക് പാത്രനായി ആ യുവാവ് മാറി. ബുൾബുൾ വായനയിൽ കൂടെ എല്ലാവരും ശ്രദ്ധിച്ചു. പിന്നീട് ആ യുവാവ് നമ്മളുടെ പ്രിയപ്പെട്ട MS വിശ്വനാഥൻ സാറിന്റെ അരുമ ശിഷ്യനായി മാറി. സഹസംവിധാനവും സംഗീതം വെസ്റ്റേൺ ഹാർമണി പഠിക്കലും എല്ലാമായി മുന്നോട്ട് പോകുമ്പോഴാണ് 1973 തന്റെ മോഹമായ, തന്റെ സ്വപ്നമായ സിനിമാ സംഗീതത്തിലേക്ക് ആദ്യമായിട്ട് അവസരം ലഭിക്കുന്നത്.
ജീസസ് എന്ന സിനിമയിൽ ഓശാന ഓശാന എന്ന ഗാനമാണ് ആദ്യമായി സംഗീതമിട്ടത്. വളരെ വ്യത്യസ്തമായ ഒരു സംഗീതമായിരുന്നു അത്. അതുവരെ ഈശോയുടെ രംഗങ്ങൾ വരുമ്പോൾ വളരെ കരുണാർദ്രമായ ഗാനങ്ങളായിരുന്നു വന്നിരുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അല്പം ചടുല താളത്തിൽ ചിട്ടപ്പെടുത്തിയ ആ ഗാനം നമ്മുടെ പ്രിയങ്കരിയായ നടി ജയഭാരതിയൊക്കെയാണ് അതിൽ അഭിനയിച്ചത്. അത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ധാരാളം അവസരങ്ങൾ ആ യുവാവിനെ തേടിയെത്തി. ആരാന്റെ മുല്ല കൊച്ചുമുല്ല, പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്നൊക്കെയുള്ള സിനിമകളിലൊക്കെ സംഗീതം ചെയ്തു. പക്ഷേ ചില സിനിമകളിൽ തന്റെ സംഗീതത്തിന് മറ്റൊരാളുടെ പേരിൽ അറിയപ്പെട്ടപ്പോൾ ഏറെ ആ യുവാവ് ദുഃഖിച്ചു. അതുപോലെ തന്നെ പല സിനിമകളും തനിക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ട് അത് മറ്റുള്ള സംഗീത സംവിധായകർ ഈണമിട്ട് കണ്ടപ്പോൾ ഒരുപാട് വേദനിച്ചു. അങ്ങനെ മദ്രാസ് ജീവിതം തന്നെ മടുത്തു. 6 വർഷത്തെ ആ ജീവിതത്തിന്റെ ഇടയിലാണ് പെട്ടെന്ന് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥനായ പിതാവിന്റെ മരണവാർത്ത അവിടെ എത്തിയത്. ഏറെ തിക്താനുഭവത്തിൽ മനംനൊന്ത് നിൽക്കുന്ന ആ അവസരത്തിൽ പിന്നീട് അദ്ദേഹം നേരെ തന്റെ നാട്ടിലേക്ക് പോന്നു, തന്റെ അച്ഛനെ ഒരു നോക്ക് കാണാൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സംഗീത സംവിധായകൻ ആലപ്പി രംഗനാഥൻ സാറിനെ കുറിച്ചാണ്. മദ്രാസിൽ നിന്ന് വിഷമത്തോടെ നാട്ടിൽ തിരിച്ചെത്തിയ രംഗനാഥൻ സാർ ഒരു സ്കൂളിൽ സംഗീതാധ്യാപകനായി ചേർന്നു. പിന്നീട് നാടകത്തിലും നൃത്ത നാടകങ്ങളിലുമെല്ലാം ഗാനങ്ങൾ രചിക്കുകയും അത് ഈണമിടുകയും ചെയ്തു. ആ സമയത്താണ് കാഞ്ഞിരപ്പള്ളിയിലുള്ള ഗോപാലൻ എന്ന ഒരു വ്യക്തി നമ്മുടെ രംഗനാഥൻ സാറിനെ കാണാൻ വരികയും തനിക്കൊരു സിനിമ ചെയ്യണമെന്നും ആ സിനിമയ്ക്ക് ഈണം താങ്കൾ ഇടണമെന്നും പറഞ്ഞത്. പെട്ടെന്ന് നമ്മുടെ രംഗനാഥൻ സാർ പറഞ്ഞു, ശരി, എങ്കിൽ നമുക്ക് ഈ സിനിമ നമ്മളുടെ ഗന്ധർവനായ ദാസേട്ടനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിക്കാം. അങ്ങനെ അവർ ദാസേട്ടനെ പോയി കണ്ടു. ദാസേട്ടന് റെക്കോർഡിങ്ങിന്റെ തിരക്കാണ്. ആ തിരക്കിലും ദാസേട്ടൻ സമ്മതിച്ചു, ഞാൻ ഡയറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സിനിമയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തരങ്കിണി എന്ന ദാസേട്ടന്റെ പ്രിയപ്പെട്ട സ്റ്റുഡിയോ തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നത്. പിന്നെ ആ സ്റ്റുഡിയോയുടെ തിരക്ക്, അതുപോലെ മറ്റുള്ള ഗാനങ്ങളുടെ റെക്കോർഡിംഗ് എല്ലാം ആയപ്പോൾ ദാസേട്ടന് ആ സിനിമ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അത് പാതി വഴി അത് ഒഴിവാക്കപ്പെട്ടു. പക്ഷേ അതുകൊണ്ട് ഗുണമുണ്ടായത് നമ്മുടെ രംഗനാഥൻ സാറിനാണ്. ദാസേട്ടനുമായി കൂടുതൽ അടുക്കുവാനും അങ്ങനെ തരങ്കിണിയുടെ ആദ്യത്തെ അയ്യപ്പ ഗാനങ്ങളിൽ ദാസേട്ടന്റെ കൂടെ കുറച്ച് സംഗീത സംവിധാനത്തിൽ സഹായിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീടാണ് തരങ്കിണിയുടെ രണ്ടാമത്തെ അയ്യപ്പ ഗാനങ്ങൾ എന്ന ആൽബം ഇറങ്ങിയത്. ആ ആൽബത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ആലപ്പി രംഗനാഥൻ സാറാണ് ഈണമിട്ടത്. അയ്യപ്പ ഗാനങ്ങൾ ഏറ്റവും മധുരോധരമാക്കണം എന്നുള്ള ആഗ്രഹത്താൽ തന്റെ മനവും തനുവും ഉരുക്കി അദ്ദേഹം തൃക്കണാപുരം എന്ന ക്ഷേത്രത്തിലെ അയ്യപ്പ നടക്കിലിരുന്ന് ഭജനമിരുന്നു. 41 ദിവസം തന്റെ ഹാർമോണിയം വെച്ച് വായിച്ച് തന്റെ മനസ്സിൽ വരുന്ന ഈണത്തിനെ, തന്റെ മനസ്സിൽ വരുന്ന വരികളെ അദ്ദേഹം ഉരുക്കഴിച്ചു. പലരും തെറ്റിദ്ധരിച്ചു ഇതൊരു യാചകനിരുന്ന് പാടുകയാണെന്ന്. അങ്ങനെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് പണമെറിഞ്ഞു. പക്ഷേ ആ തിക്താനുഭവങ്ങൾ കൊണ്ടൊന്നും അദ്ദേഹം പിന്മാറിയില്ല. മധുരോധരമായ ഗാനങ്ങളുമായി അദ്ദേഹം ദാസേട്ടന്റെ മുൻപിൽ വന്നു. സ്വാമി സംഗീതമാലപിക്കും താപസഗായകനല്ലോ ഞാൻ, ജപമാലയല്ലെന്റെ കൈകളിൽ മന്ത്ര ശ്രുതി മീട്ടും തമ്പുരുവല്ലോ സ്വാമി അയ്യപ്പ സ്വാമി ശബരിമല സ്വാമി. വൃശ്ചിക പൂമ്പുലരി വ്രതശുദ്ധി തരും പുലരി, മുദ്രയണിഞ്ഞവരമ്പല മുറ്റത്ത് ഒത്തുചേരും പുലരി, സ്വാമി ഭക്തർ തൻ പൂമ്പുലരി. എല്ലാ ദുഃഖവും തീർത്തു തരൂ എന്തയ്യ ശബരിവാസ. അയ്യനെ കാണാൻ സ്വാമി അയ്യനെ കാണാൻ, പൊന്നമ്പലമേട്ടിൽ വാഴുമയ്യനെ കാണാൻ, കുണ്ടും കുഴിയും കാട്ടുകല്ലും മുള്ളുകളും ചവിട്ടി ഉല്ലാസരായെന്നും നിങ്ങൾ വരുന്നയ്യപ്പ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ആലപ്പി രംഗനാഥൻ സാറിന്റെ ഗാനങ്ങൾ പറഞ്ഞാൽ തീരില്ല.
അത്രയ്ക്ക് മധുരോധരമായ ഗാനങ്ങളായിരുന്നു ആ ആൽബത്തിൽ പുറത്തിറങ്ങിയത്. സർവകാല റെക്കോർഡായിരുന്നു തരംഗിണിയുടെ ആ ആൽബം. കന്നഡ, തമിഴ്, തെലുങ്ക് എന്നീ 3 ഭാഷകളിലും ആ ആൽബം ഇറങ്ങി. പിന്നീട് നമ്മുടെ ആലപ്പി രംഗനാഥൻ സാറിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ധാരാളം ആൽബങ്ങൾ, എന്തോരം ഗാനങ്ങൾ. തരംഗിണിക്ക് വേണ്ടി തന്നെ 25-ലധികം ആൽബം ചെയ്തു എന്ന് പറയുമ്പോൾ ആലോചിച്ചു നോക്കൂ, എത്രമാത്രം ശ്രേഷ്ഠമായ സംഗീതമായിരുന്നു നമ്മളുടെ പ്രിയപ്പെട്ട ആലപ്പി രംഗനാഥൻ സാറിൻ്റെത്. ഇതിനു പുറമെ ഒരു സംഗീതജ്ഞനും ചിന്തിക്കാത്ത വഴികളിലൂടെ ആലപ്പി രംഗനാഥൻ സാർ സഞ്ചരിച്ചു. ഒരുപാട് വ്യത്യസ്തമായ രാഗങ്ങളിൽ ബൈബിളിൽ നിന്നും അതിഗംഭീരമായ കീർത്തനങ്ങൾ അദ്ദേഹം ചമച്ചു. ബിലഹരി രാഗത്തിൽ വർണ്ണം ലോകത്ത് മറ്റൊരാളും ഒരുപക്ഷെ അത് ചെയ്തിട്ടുണ്ടാവില്ല. അതുപോലെ പന്തുവരാളി, ഹംസാനന്ദി, തോടി, അമൃതവർഷിണി, ഈ രാഗങ്ങളിലെല്ലാം മനോഹരമായ കീർത്തനങ്ങൾ പരിശുദ്ധമായ ഗ്രന്ഥം ബൈബിളിനെ ആസ്പദമാക്കി നമ്മളുടെ രംഗനാഥൻ സാർ ചമച്ചു. ഇതിനു പുറമെയാണ് ഉണ്ണിയേശു സുപ്രഭാതം. ആഹാ, എത്ര സുന്ദരമായ സുപ്രഭാതമാണത്. അതുപോലെ തന്നെ വലിയ വൈദികനായ പരിമല തിരുമേനിയെക്കുറിച്ചുള്ള ജീവിത വീക്ഷണവും അദ്ദേഹം സംഗീത സാന്ദ്രമാക്കി. ഏറെ പ്രിയപ്പെട്ടവരെ, ആലപ്പി രംഗനാഥൻ സാറിന്റെ പുകൾ പറഞ്ഞാൽ തീരില്ല. അത്രയധികം ഗാനങ്ങളാൽ അദ്ദേഹം നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു കയറി. വയലാർ ശരത്ചന്ദ്രവർമ്മ സാർ ആദ്യമായിട്ട് എഴുതിയ മദഗജമുഖനെ ഗിരിജാസുതനെ എന്ന ഗാനമെല്ലാം ഈണമിട്ടത് നമ്മളുടെ പ്രിയപ്പെട്ട രംഗനാഥൻ സാറാണ്. ഇന്ന് രംഗനാഥൻ സാറിനെ ഓർത്തു പറയാൻ കാരണം, മധുരോധരമായ ഒരു ആൽബം പ്രഭാത ഗീതങ്ങൾ എന്ന് പറഞ്ഞ് തരംഗിണി കാസറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. നമ്മളുടെ ഏറെ പ്രിയപ്പെട്ട കവി മധുസൂദൻ നായരാണ് അതിന് വരികൾ എഴുതിയത്. അദ്ദേഹത്തിന്റെ വരിയിൽ അത്യപൂർവ രാഗമായ ലവംഗിയിൽ അതിസുന്ദരമായ ഒരു ഗാനം നമ്മളുടെ ആലപ്പി രംഗനാഥൻ സാർ ചമച്ചു. നമ്മളുടെ ഏറെ പ്രിയപ്പെട്ട ദാസേട്ടൻ പാടിയ ആ ഗാനത്തിന്റെ ഒരല്പം നിങ്ങൾക്ക് വേണ്ടി ഇതാ. ഒരിക്കൽ കൂടി. ശ്രുതി സുഖനിനദേ വീണേ നിൻ പ്രബോധരാഗമുണർന്നൊഴുകും പ്രകാശ തന്ത്രികളിൽ അണുവായലിയാൻ വെമ്പും ഞാനോ വെറുമൊരു സ്വരശകലം. ശ്രുതി സുഖനിനദേ വീണേ റിമരിസ റിമരിസ റിമദമരി സരിമരി സരിമദമരി സരിമദമരി സരിമദരി സദമദരി മദ സരി സരി മദ സരി സരി മദ സരി മാ അജ്ഞാതയാമേതു ഗായിക മീട്ടും അശ്രുതപൂർവശ്രുതികൾ അമൃതായി ഉണർവായി നിർവൃതിയായി എന്നിൽ നീ നിറച്ചു, നീ വിളിച്ചു, ഞാൻ ഉണർന്നു. എന്നിൽ നീ വിളിച്ചു, നീ നിറച്ചു, ഞാൻ ഉണർന്നു. ഉഷസേ ഉഷസേ നിന്നെ അറിഞ്ഞതും നിന്നിലൂടെ, ഞാൻ എന്നെ അറിഞ്ഞതും നിന്നിലൂടെ. ശ്രുതി സുഖനിനദേ വീണേ. പ്രിയപ്പെട്ടവരെ, രംഗനാഥൻ സാറിന്റെ പാതാരവിന്ദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഈ എപ്പിസോഡ് സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ. NSK രാഗപരിചയത്തിൽ സംഗീതത്തിന്റെ പുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിളംബരം.